ഈ 60 ദിവസത്തേക്ക് ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. ട്രംപ് അത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ട്രംപിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? ചോദിച്ചാൽ ഇതിപ്പോൾ അറയ്ക്കൽ ബീവിയെ കെട്ടാൻ അരസമ്മതം എന്ന് പറയുന്ന പോലെ ഈ കെട്ടാൻ പോകുന്ന ആളിന് സമ്മതമാണ്, പക്ഷേ അറയ്ക്കൽ ബീവി സമ്മതിച്ചിട്ടില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. എന്ന് ഹമാസ് ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഇസ്രായേലിന് സമ്മതമാണ്. ഇസ്രായേൽ സമ്മതിച്ചു എന്നാണ് ട്രംപ് പറഞ്ഞത്. അറിയില്ല. ഹമാസ് സമ്മതിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അവിടെ 60 ദിവസത്തെ വെടിനിർത്തൽ നല്ലത് തന്നെ. ഇതിനിടയ്ക്ക് എത്ര തവണ വെടിനിർത്തൽ വന്നു? നേരത്തെ വന്നതാ 3 ഘട്ടങ്ങളായിട്ടുള്ള വെടിനിർത്തൽ എന്നും പറഞ്ഞു. 60 ദിവസത്തേക്കുള്ള വെടിനിർത്തൽ മറ്റെന്തിനെങ്കിലും ഉള്ള ആക്കം കൂട്ടലാണോ ഇസ്രായേലിന് കൊടുക്കുന്ന? കാരണം അടുത്ത വലിയൊരു ഇതിനു വേണ്ടിയിട്ടുള്ള പുറംവലിയലാണ്. അല്ല, ആക്കം കൂട്ടൽ നടത്തി കഴിഞ്ഞു. ഇസ്രായേലിൻ്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സമ്മതിക്കുമെന്നുള്ള ഉറപ്പ്. എന്താ കാര്യമെന്നറിയാമോ? അതിനുമുമ്പ് പടിഞ്ഞാറൻ ഗാസ മുഴുവൻ അവർ നശിപ്പിച്ചു കഴിഞ്ഞു. പടിഞ്ഞാറൻ ഗാസ അല്ല, വടക്കൻ ഗാസ മുഴുവൻ നശിപ്പിച്ചുള്ളവരെ മുഴുവൻ കൊന്നുകളഞ്ഞു. ചുട്ടു കൊന്നുകളഞ്ഞു. അവരുടെ സൈനികമായിട്ടുള്ള ആക്രമണം തന്നെ അവിടെ നടത്തി വമ്പിച്ച നാശനഷ്ടങ്ങൾ. ഇന്നലെ തന്നെ 35 പേരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലേണ്ടവരെ എല്ലാവരും വളഞ്ഞിട്ട് കൊന്നു കഴിഞ്ഞു. അവരുടെ ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് നേരം കൊല്ലേണ്ടവരെ എല്ലാം കൊന്നു കഴിഞ്ഞല്ലോ, ടാർഗറ്റ് പൂർത്തിയാക്കി. അപ്പോൾ ഇനി കുറച്ച് നാൾ നമുക്ക് സമാധാനമാകാം എന്നൊരു തീരുമാനം അവിടെ എടുക്കുന്നതിൽ യുക്തിയുണ്ട്. പക്ഷേ ഹമാസിന് ഒരു പ്രതികാരം ചെയ്തിട്ടില്ല. ആ പ്രതികാരം ചെയ്യുന്നതിന് മുമ്പേ ഒരു വെടിനിർത്തൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഞങ്ങൾ ഈ ചെയ്തതിന് പ്രതികാരം എങ്ങനെ ചെയ്യുമെന്നൊരു തോന്നൽ അവർക്ക് വരില്ലേ? ഇത് തന്നെയാണോ തന്ത്രം? ഇറാനെ കീഴടക്കാൻ വേണ്ടി ഇതേ തന്ത്രമാണ് പ്രയോഗിച്ചത്. ഇറാനിന് നേരെ ടെഹ്റാന് നേരെ അതിഗംഭീരമായിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ, വിമാനാക്രമണങ്ങൾ, ബോംബാക്രമണങ്ങൾ ഒക്കെ നടത്തി. അമേരിക്ക വന്നിട്ട് B2 ബോംബും വർഷിച്ചു. എന്നിട്ട് കീഴടങ്ങിക്കോ എന്ന് പറഞ്ഞു. കീഴടങ്ങിക്കോ, ഞങ്ങൾ എന്നെ വെറുതെ വിടാം. ഇറാൻ അത് സമ്മതിച്ചില്ല. പോരാട്ട വീര്യമുള്ള രാജ്യമാണ് ഇറാൻ. ഹമാസ് പക്ഷേ നേരത്തെ വെടിനിർത്തലിന് സമ്മതിച്ചിരുന്നു. പക്ഷേ അത് എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഈ കാരണം എന്തെന്ന് വെച്ചാൽ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നു കഴിഞ്ഞതിന് ശേഷം 2 രാജ്യങ്ങൾ, അതായത് ഖത്തർ, മറ്റൊന്ന് ഈജിപ്റ്റ്, ഈ 2 രാജ്യങ്ങൾ ആയിരിക്കും അന്തിമമായിട്ട് നിർദ്ദേശങ്ങൾ നൽകുക. നിങ്ങൾ ഇസ്രായേൽ എന്ത് ചെയ്യണം, ഇത് ശാശ്വതമായിട്ട് നിലനിർത്താൻ. 60 ദിവസത്തിന് ഇടയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സമാധാനം ശാശ്വതമായിട്ട് നിലനിർത്താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഈജിപ്റ്റും അതുപോലെ തന്നെ ഖത്തറും. അമേരിക്ക അതിലില്ല. അതൊരു പ്ലസ് പോയിൻ്റാണ്. എന്തെന്ന് വെച്ചാൽ അമേരിക്ക പറയുന്നത് ഹമാസ് കേൾക്കില്ല, ആ ജന്മശത്രുക്കളാണ്. പക്ഷേ ഖത്തർ അനുകൂല രാഷ്ട്രമാണ് ഹമാസിന്. ഈജിപ്തിനും വലിയ കുഴപ്പമൊന്നുമില്ല, ന്യൂട്രൽ രാജ്യമാണ്. അപ്പോൾ അവർ രണ്ടുമാണ് പറയുന്നത്. അപ്പോൾ അത് മിക്കവാറും നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവരുടെ നിർദ്ദേശങ്ങൾ തള്ളി ഏത് നിമിഷവും യുദ്ധത്തിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു മാത്രമല്ല, ഇന്നലെ യമൻ ഇത്തരത്തിലുള്ള ചെറിയ ആക്രമണം ഇസ്രായേലിൽ നടത്തിയെന്നും ഹൗത്തികൾ വലിയൊരു ആക്രമണം തന്നെ നടത്തിയിരുന്നു. കാരണം അത് ഇറാനിൽ ഇവർ നടത്തിയ ആക്രമണത്തിലുള്ള പ്രത്യാക്രമണം, അതിൻ്റെ ബാക്കി കടവിനി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹമാസിൻ്റെ കടവിനി കിടക്കുന്നുണ്ട്. അപ്പോൾ ഹമാസ് നേതൃത്വം പറഞ്ഞാൽ തന്നെ അതിന് അണികൾ എപ്പോൾ വേണമെങ്കിലും ഇതുപോലെ ബന്ദികളെ പിടിച്ചുകൊണ്ട് പോവാം. കാരണം എന്താ? ഹമാസ് ഒരു രാജ്യമല്ല, ജനാധിപത്യത്തിൽ കൂടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടമല്ല അവർക്ക്. ഒരുത്തൻ കമാൻഡറായിട്ട് അങ്ങ് വരിക, സ്വയം അങ്ങ് പ്രഖ്യാപിച്ച് കമാൻഡറായിട്ട്, ബാക്കിയെല്ലാം അനുയായികളായിട്ട്. ഇനി ഈ കമാൻഡറെ എതിർത്തുകൊണ്ട് അവനെ തന്നെ തട്ടിയിട്ട് വേണമെങ്കിൽ വേറെ ആൾ കയറി വരും. ജനാധിപത്യം എന്ന് പറയുന്നത് ഇല്ല ഇവിടെ. പാകിസ്ഥാനിലെ പോലെ പട്ടാള ഭരണാധികാരി വേണമെങ്കിൽ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയെ കൊന്നിട്ട് അധികാരത്തിൽ കയറും. മനസ്സിലായോ? അപ്പോൾ അതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന നമ്മുടെ ഇന്ത്യയുടെ ഒരു രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ സെറ്റപ്പോ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ അന്തരീക്ഷമോ അല്ല അവിടെ ഉള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ സമാധാനം എന്നൊക്കെ പറയുന്നത് അവിടെ ശാശ്വതമല്ലൊരിക്കലും. നോക്കൂ, ഇപ്പോൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ അത് കഴിഞ്ഞ് ഇതുവരെയും യാതൊരു കുഴപ്പവും ഉണ്ടാകാത്ത രീതിയിൽ പോയി. എന്തുകൊണ്ടാണ്? ഇന്ത്യ വലിയ ശക്തമായിട്ടുള്ളൊരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിനെതിരെ ഇനി ചലിക്കാൻ പാകിസ്ഥാന് കുറച്ച് നാളത്തേക്ക് പറ്റുകയില്ല. ആ തരത്തിലാണ്. പക്ഷേ അവിടെ അങ്ങനല്ല, സമാസമമാണ് പോരാട്ടം നടക്കുന്നത്. സമാസമം. അതിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. നിലനിൽപ്പിന് വേണ്ടി. ജൂതന്മാരും അതെ, പാലസ്തീൻകാരും അതെ. അപ്പോൾ അവിടെയാണ് ടെററിസം ഒരായുധമായിട്ട് പാലസ്തീന് സ്വീകരിക്കേണ്ടി വരുന്നത്. കാരണം ഒരു രാജ്യമില്ല, സൈന്യമില്ല, ഒന്നുമില്ല, ഭീകരവാദം മാത്രം. പാകിസ്ഥാനെ പോലൊരു രാജ്യം പോലും അല്ലല്ലോ ഈ ഹമാസ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. PLO ഭരിക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെ. ആ ഭാഗത്ത് യാതൊരു കുഴപ്പമില്ല. അവർ ഈ യുദ്ധത്തിൽ ഒന്നും പങ്കെടുക്കുന്നില്ല. പാകിസ്ഥാൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പാകിസ്ഥാനല്ല, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഭരിക്കുന്ന ഒരു പ്രദേശമുണ്ട്.
അവിടെ യാതൊരു വിധമായിട്ടുള്ള കുഴപ്പമില്ല, അവിടെ പോകുന്നുണ്ട്. നമ്മളീ പറയുന്നതെല്ലാം പാലസ്തീൻ പാലസ്തീൻ എന്ന് പറയുമ്പോൾ പാലസ്തീൻകാർക്ക് ഒരു പ്രശ്നവുമില്ല, ഭീകരവാദികൾക്കാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഭീകരവാദികൾ എന്ന് പറയുമ്പോൾ തത്വദീക്ഷയില്ലാത്ത ആൾക്കാരാണ്. ഇസ്രായേൽ ഇത് സമ്മതിച്ചാൽ തന്നെ, ഹമാസും ഇത് സമ്മതിച്ചാൽ തന്നെ ഏത് നിമിഷവും അവരിതിൽ നിന്ന് തിരിഞ്ഞു വരാം. ആ തരത്തിലുള്ള ഒരു സംസ്കാരമാണ് അവരുടേത്. യുദ്ധം, ചോര, ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ജനതതിയാണ്, അതിൽ അഭിരമിക്കുന്ന ഒരു ജനതതിയാണ്. നോക്കൂ, ആ തീവ്രവാദികളുടെ കമാൻഡർമാരുടെ ശവസംസ്കാര ചടങ്ങ് കണ്ടില്ലേ? എത്ര ലക്ഷം പേരാണ് അവിടെ അവർക്ക് വേണ്ടി കൂടിയത്, ഒത്തൊരുമിച്ച് ചേർന്നത്? ലക്ഷോപലക്ഷം പേരാണ്. അപ്പോൾ ആ തരത്തിലുള്ള സംസ്കാരമാണ്. കൊല്ലും കൊലയുമായി നടന്നിരുന്ന പഴയ അറബ് സംസ്കാരത്തിൻ്റെ ബാക്കി പത്രമാണ് ആ പശ്ചിമേഷ്യയുടെ ഭൂമികയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മന്ന വീഴുന്ന ആ ഇസ്രായേൽ നാട് എന്നുള്ള അല്ല അവിടുത്തെ സങ്കല്പം, അല്ലെങ്കിൽ യോർദാൻ നദിയുടെ കര അവിടെ എന്നുള്ളതല്ല. നിത്യയുദ്ധത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമായിട്ടാണ് അത് നിലകൊള്ളുന്നത്. അതിൻ്റെ നിലനിൽപ്പും അങ്ങനെ തന്നെയാണ്. ഏതു നിമിഷവും അസ്ഥിരീകരിക്കപ്പെടാത്ത സമാധാനമാണ് അവിടെ നിൽക്കുന്നത്. അസ്ഥിരീകരിക്കപ്പെടുന്ന സ്ഥിരതയില്ലാത്ത സമാധാനമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടേയിരുന്നത്. കഴിഞ്ഞ അതിൻ്റെ ചരിത്രം തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ശാശ്വത സമാധാനം എന്ന് പറയുന്നത് മരുഭൂമിയിലെ മരീചിക പോലെയുള്ള ഒരു സങ്കല്പം മാത്രമാണ് അവിടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് നിമിഷവും തകർന്നു പോകാവുന്ന ഒന്നാണ് അവിടുത്തെ സമാധാനത്തിൻ്റെ ആ പാലം. തകർന്നു വീഴാവുന്ന ഒരു പാലമാണ് ഇപ്പോൾ കെട്ടിയിരിക്കുന്നത്. എന്തായാലും നന്നായി, പക്ഷേ എത്ര കാലം ഇത് പിടിച്ചു നിൽക്കും എന്നുള്ളതിൽ നമുക്ക് മുൻകാല അനുഭവം. ഇപ്പം ട്രംപ് പറഞ്ഞിട്ടില്ല, ഇപ്പം ഇസ്രായേലോ ഈ പറഞ്ഞോണം ഗാസയോ ഹമാസോ ഇത് അംഗീകരിച്ചിട്ടില്ല. കാരണം ട്രംപ് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഇതിന് മുന്നേ അറിയാം. ഇപ്പൊ ഇന്ത്യ പാക് സംഘർഷത്തിൽ അദ്ദേഹം ഇടപെട്ടുകൊണ്ടാണ് സമാധാനം കിട്ടിയത്. ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ അദ്ദേഹം ജയശങ്കർ കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പരാമർശങ്ങൾ നടന്നു. അപ്പൊ ഇത്തരത്തിൽ അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇതിപ്പം ഇസ്രായേലോ ഗാസയോ അല്ലെങ്കിൽ ഹമാസോ ഇതിനകത്ത് പ്രതികരിക്കാത്തത് കൊണ്ട് ഇപ്പൊ 60 ദിവസത്തെ വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെടുന്ന എത്രമാത്രം അതിൽ സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ ഇത് തുടരുമായിരിക്കാം, അല്ലെങ്കിൽ 60 ദിവസത്തേക്ക് ഇത് വെടിനിർത്തൽ വരുമായിരിക്കാം. പക്ഷേ എന്നാലും ഈ 60 ദിവസം കഴിഞ്ഞ് എന്ത് എന്നുള്ള ചിന്തയുണ്ട്. ഈ 60 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം വടക്കൻ ഗാസ ഏകദേശം പൂർണ്ണമായി നശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി മുഴുവനായിട്ട് ഹമാസിനെയും ഗാസയും പാലസ്തീനെയും ഒക്കെ നശിപ്പിക്കാനുള്ള വലിയൊരു ഒരുക്കത്തിലാണോ ഇസ്രായേൽ എന്നുള്ളതും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നില്ലേ? ആ ഒതുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അമേരിക്ക പറഞ്ഞാലും കേൾക്കുകയില്ല. ശരിയാണ്, അതൊരു സംശയമുണ്ട്. അമേരിക്ക പറഞ്ഞാൽ പോലും ഇസ്രായേൽ കേൾക്കണമെന്നില്ല. ഇപ്പോഴത്തെ ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്ന് പറഞ്ഞാൽ അത് കൂസാതാണ്. ഇന്നലെ 35 പേരെ കൊന്നത്. ഇനി ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് അറിയില്ല. കാരണം ഈ ഇതെല്ലാം കൊണ്ടു കൊടുക്കുന്നത് അമേരിക്കയാണല്ലോ. അത് തന്നെയല്ല, ട്രംപാണ് എവിടെയും. ഞാനിപ്പോൾ യുക്രൈൻ റഷ്യയുമായിട്ട് സമാധാനം ഉണ്ടാക്കി. അപ്പോൾ അതിനെക്കാട്ട് മുടിഞ്ഞ യുദ്ധമാണ്, ഇതുവരെ നടക്കാത്ത പോലുള്ള രൂക്ഷ യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അതുപോലെ ഞാനിവിടെ ഇസ്രായേലും ഹമാസുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കി. ഈ വാചകമടിയല്ലാതെ കാര്യങ്ങൾ ഒരു വക നടക്കുന്നില്ല. അപ്പോൾ അതുപോലെ ട്രംപ് പറഞ്ഞ കുറിപ്പിൻ്റെ ഉറപ്പേ അതിന് നമ്മൾ കണക്കാക്കാൻ പാടും.